പാലക്കാട് കല്ലേക്കാട് പൊടിപ്പാറയിൽ വീട്ടിൽ നിന്ന് സ്ഫോടക വസ്തു കണ്ടെത്തിയതിൽ ബിജെപി പ്രവർത്തകൻ ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. മണിക്കുറ്റിക്കളം സുരേഷ്, കല്ലേക്കാട് സ്വദേശി നൌഷാദ്, പൂളക്കാട് സ്വദേശി ഫാസിൽ എന്നിവരാണ് അറസ്റ്റിലായത്. സുരേഷിന്റെ വീട്ടിൽ നിന്ന് 24 ഇലക്ട്രിക് ഡിറ്റനേറ്ററും സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്തിരുന്നു. മുത്താന്തര സ്കൂളിലെ സ്ഫോടനത്തിൽ പ്രതികൾക്ക് ബന്ധമുണ്ടെന്ന് പോലീസിന് സംശയമുണ്ട്. മുത്താൻതറയിലെ RSS നിയന്ത്രണത്തിലുള്ള വ്യാസവിദ്യാപീഠം സ്കൂളിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അന്വേഷണമാണ് പൊടിപ്പാറയിലെ BJP പ്രവർത്തകനായ സുരേഷിന്റെ വീട്ടിലെത്തിയത്. ഇവിടെ നിന്ന് 24 ഇലക്ട്രിക് ഡിറ്റനേറ്ററും കൃത്രിമമായി നിർമ്മിച്ചെടുത്ത സ്ഫോടക വസ്തുക്കളും പിടികൂടി. സ്ഫോടക വസ്തുക്കൾ കൈവശം വെച്ചു എന്ന വകുപ്പ് ചുമത്തി മണിക്കുറ്റിക്കുളം സുരേഷ്, കല്ലേക്കാട് സ്വദേശി നൌഷാദ്, പൂളക്കാട് സ്വദേശി ഫാസിൽ എന്നിവരെ പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. സുരേഷ് സജീവ BJP RSS പ്രവർത്തകനാണെന്നും RSS കേന്ദ്രങ്ങളിൽ പോലീസിന്റെ പരിശോധനകൾ ശക്തമാക്കണമെന്നും CPM ആവശ്യപ്പെട്ടു. BJPയുടെയും RSSന്റെയും സജീവ പ്രവർത്തകനായിട്ടുള്ള സുരേഷ് ഇപ്പോ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. RSSന്റെ കേന്ദ്രങ്ങളിലെല്ലാം സ്ഫോടക വസ്തുക്കൾ നിർമ്മാണവും ബോംബ് നിർമ്മാണവും ഇതിലൂടെ മനുഷ്യജീവനുകൾക്ക് അപകടമുണ്ടാക്കുന്ന ഒരു ഭാവി പ്രവർത്തനവും അവർ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. സംഭവത്തിൽ BJPയുടെ പ്രധാന നേതാക്കളുടെ പങ്ക് അന്വേഷിക്കണമെന്ന് DCC പ്രസിഡന്റും ആവശ്യപ്പെട്ടു. ഇത് മാത്രമാവില്ല, ഇതിന്റെ പിന്നിലുള്ള വലിയ വമ്പന്മാരെ കൂടി പോലീസ് അന്വേഷിച്ച് പിടിച്ച് ജനമധ്യത്തിൽ കൊണ്ടുവരണം. അല്ലെങ്കിൽ വീണ്ടും ഇതുപോലെ വീണ്ടും പലവിടെയും ഇനി റെയ്ഡ് നടത്തണം. ഇപ്പൊ ഈ പിടിച്ചവന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയതും കണ്ടത്. ഇത് എത്രയോ പിടിക്കാത്ത ആളുകൾ ഇതിനകത്തുണ്ട്. സുരേഷിന് BJPയുമായി ബന്ധമില്ലെന്നും ക്വാറിയിൽ ഉപയോഗിക്കാനാണ് സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചതെന്നുമാണ് BJPയുടെ വാദം. പ്രതികൾക്ക് വ്യാസവിദ്യാപീഠം സ്കൂളിലെ സ്ഫോടനത്തിൽ പങ്കുണ്ടോ എന്ന സംശയം പോലീസിനുണ്ട്. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. മീഡിയ 1 പാലക്കാട്.